ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ചെറിയൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കാരണം ഇതിന് നീളമുണ്ട് പക്ഷേ വീതിയില്ല. എങ്കിൽ പോലും ചെറുതാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ബാത്റൂമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ക്ലോസറ്റ്, ഷവർ, അതേപോലെ ടവൽ റാഡുകൾ, ബേസൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു ഏരിയയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം ക്ലോസറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം പോകുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ 4x2 ടൈലാണ് ഇതിൻ്റെ അകത്ത് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം എപ്പോക്സി വർക്ക് കഴിഞ്ഞാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകാൻ, കണ്ടില്ലേ, ഒരു ഇടുങ്ങിയിരിക്കുന്നതിൻ്റെ കൂടെ തോന്നുന്നില്ലേ? അതായത് ചെറിയ ഒരു ഏരിയയാണ്. അപ്പോൾ നീളമുണ്ട് പക്ഷേ വീതി കുറവാണ്. അപ്പോൾ ഒരു അറ്റാച്ച്ഡ് വേണമെന്ന് പറഞ്ഞാൽ ആ പോർഷൻ നമ്മൾ അതൊരു ബാത്റൂമിനായിട്ട് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ജോൺസൻ്റെ ഒരു 300 mm ഒരു ക്ലോസറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ക്ലോസറ്റ്. അപ്പോൾ അതിൻ്റെ ഫ്ലോർ ലെവലിൽ നമ്മൾ പൈപ്പ് മുറിച്ച് കളയാണ്. കട്ടർ കൊണ്ടല്ല, ബ്ലേഡ് കൊണ്ടാണ് മുറിക്കുന്നത്. കട്ടർ എടുക്കാൻ വിട്ടുപോയി. അപ്പം തന്നെ നമ്മൾ ഇവിടെ ഡബിൾ ടാപ്പാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ ഒരു ഷവറും നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഉള്ള സ്പേസിൻ്റെ അകത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹീറ്ററിൻ്റെ ഓപ്ഷനും നമ്മൾ ഓൾറെഡി തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിന് തൊട്ട് മുകളിൽ സീലിംഗ് ഏരിയയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ ടാപ്പാണ് കൊടുത്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1.5 ഫീറ്റിൻ്റെ ഒരു സ്ക്വയർ ടൈപ്പ് വാഷ് ബേസിൻ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ആ സൈഡിലോട്ട് ചേർന്ന് ഇരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ ഒരു സോപ്പ് ബോക്സിൻ്റെ ഡിഷ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ നമ്മൾ സിംഗിൾ ടാപ്പുകളാണ് രണ്ടിനും വെച്ചേക്കുന്നത്. മിക്സഡ് ടാപ്പല്ല, സിംഗിൾ ടാപ്പാണ്. സെപ്പറേറ്റ് ഒരു ഷവർ കോക്കും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഉള്ള ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളവും ചാൽവ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടേക്കുവാണ്. കണ്ടില്ലേ, ഇപ്പോൾ 2 എണ്ണത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്ററിൻ്റെ ലൈൻ ഇട്ടതിൻ്റെ അകത്ത് ഒരു കണക്ഷൻ ട്യൂബ് കൊണ്ട് നമ്മൾ അത് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടേക്കാണ്. 2 എക്സ്നിബിൾ ഇട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മേളിൽ കാണുന്നത് സീലിംഗാണ്. അപ്പോൾ ഈ സീലിങ്ങിൻ്റെ ടോപ്പിലാണ് നമുക്ക് വാട്ടർ ഹീറ്റർ വെക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അവർ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി ഒരു ഹോൾ ഇട്ടിട്ട് വേണം കണക്ഷൻ ട്യൂബ് താപ്പോട്ട് ഇറക്കാൻ. അങ്ങനെ നമ്മൾ ക്ലോസറ്റും നമ്മൾ അതേപോലൊപ്പം തന്നെ നമ്മൾ സിംഗിൾ പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിലിക്കോണിൻ്റെ അകത്താണ് ഇറക്കിയേക്കുന്നത്. സിലിക്കോണിൻ്റെ അകത്ത് ഇറക്കി സ്ക്രൂ അടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ടവൽ റാഡും ഇപ്പുറത്തെ തൊട്ട് സൈഡിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ഹെൽത്ത് ഫോസറ്റും സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോസറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു ബാത്റൂമിൻ്റെ അകത്ത് ഇത്ര ഏരിയ തന്നെ നമ്മൾ ഉള്ള സ്പേസിൻ്റെ അകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആവശ്യത്തിന് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേസും വെച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഷവർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡബിൾ ടാപ്പ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, അതുപോലെ ഹീറ്ററിൻ്റെ ലൈനും വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ക്ലോസറ്റാണ്. ക്ലോസറ്റും അതോടൊപ്പം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിന് നീളമുണ്ട് പക്ഷേ വീതിയില്ല. അപ്പോൾ അത്രയും ഉള്ള സ്പേസാണ്. അപ്പോൾ ഒരു അറ്റാച്ച്ഡ് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഏരിയ ഒന്ന് കവർ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ ക്ലോസറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ ലെവൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലോ കുറവായിരിക്കും. അതേപോലെ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം വാട്ടർ ലെവൽ കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്.